ഹലോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ നല്ല തിരക്ക് പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലത്തെ നമ്മുടെ ട്രെയിൻ നമുക്ക് മിസ്സായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിന് ചെറിയൊരു സമയത്ത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വന്നു, കയറി. ഞാനിപ്പോൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്, എൻ്റെ നാട്ടിലേക്ക്, അതായത് അച്ഛൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ. അങ്ങനെ ട്രെയിനൊക്കെ എടുത്തു. ഈ അടുത്തിങ്ങനെ വെറുതെ ചിന്തിച്ചേ ഉള്ളൂ, കുറേ ആയല്ലോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട്. ഇപ്പം വയനാട്ടിൽ പോകുമ്പോൾ പോലും ട്രെയിനിലല്ല യാത്ര ചെയ്യുന്നത്. രാത്രി കയറിയിട്ട് രാവിലെ അവിടെ എത്തുന്ന രീതിക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചായി ഞാൻ ട്രെയിനിലുള്ള യാത്രയൊക്കെ മിസ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കിങ്ങനെ തൃശ്ശൂരിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. അങ്ങനെ ട്രെയിനിൽ യാത്ര തുടങ്ങി. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് നേരമൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങും. പിന്നെ ഒരു ഉണർവ് തരുന്നത് ഇങ്ങനത്തെ നെൽപ്പാടങ്ങളൊക്കെ കാണുമ്പോഴാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ ഏട്ടനും കൂടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് മാമൻ്റെ കടയിലാണ്. തൃശ്ശൂരിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. ഫുഡ് കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ നമ്മളൊരു താറാവ് റോസ്റ്റും കക്കയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ അടുത്ത ബസ് കയറി. ഇപ്പോൾ കുറേ ആയി ഞാനിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട്, കുറവാണ് പൊതുവെ. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി. അച്ചമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ചമ്മേനെ കാണാനായിട്ടാണ് വന്നത്. അങ്ങനെ അച്ചമ്മേനെയൊക്കെ കണ്ട് കുറേ നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന്. തറവാടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു ചാമ്പയ്ക്ക മരം ഉണ്ട്, അതിലൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. ഇന്ന് തന്നെ തിരിച്ചു കയറേണ്ട കാര്യമുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാൻ തിരിച്ച് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മടുപ്പുള്ളൊരു യാത്രയായിരുന്നു, ഒന്നിനും സമയമില്ലാത്തൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും ലേറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.